എല്ലാവരും നമുക്ക് എന്താ പറയുക, എന്നും ഗായത്രി ജപിക്കണം. ഇതൊരു ദുരന്തമാണ് സത്യം. അന്നത്തെ ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കളിച്ച് നടക്കേണ്ട സമയത്ത് ഈ ജപം ചെയ്യണം. എല്ലാവരും കളിക്കുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോകണം. അന്ന് ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അമ്പലത്തിലൊക്കെ പോയിട്ടാണ് കഴിയുന്നത്. അപ്പോൾ പിള്ളേരപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ആ ഒരു 8ാം വയസ്സിൽ ഉപനയനം നടത്തും. അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ കിട്ടുമല്ലോ. അതുകൊണ്ട് വീട്ടുകാരെ നമ്മളെ അമ്പലത്തിലോട്ട് പറഞ്ഞു വിടും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ട് നേരെ വന്ന ബാഗും ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നേരെ കുളിച്ചിട്ട് അപ്പോഴത്തെ സമയമായി 5 മണിക്ക് നട തുറക്കണം. അമ്പലത്തിൽ പോവാ. അവിടെ ഗ്രൗണ്ടിൽ ഭയങ്കര കളി നടക്കുമോ, ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ. നമുക്ക് ഈ ശനി ഞായറും മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. വെളുപ്പിനെ എണീറ്റ് അമ്പലത്തിൽ പോയിട്ട് ശാന്തി കഴിഞ്ഞ് വന്നിട്ട് വേണം സ്കൂളിൽ പോകാൻ. വെളിയിൽ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് അന്നത്തെ അവസ്ഥ അതാണ്. ഇന്നൊക്കെ കുറച്ച് ലിബറലായി. അന്ന് നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കത്തില്ല. പിന്നെ ഈ ജപം എന്ന് പറയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് മുടങ്ങാതെ ജപിക്കുക എന്ന് പറയുന്നത് മെനക്കെട്ട പരിപാടിയാണ്. കുളിക്കണം രാവിലെ. ഇതൊരു പയ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അത് മര്യാദക്ക് പറഞ്ഞാൽ ചെയ്യുമോ? ഇല്ല, കണ്ണുരുട്ടേണ്ടി വരും. കണ്ണുരുട്ടേണ്ടി വരും. അച്ഛൻ്റെ കണ്ണുരുട്ടലും പേടിച്ച് അടിയും പേടിച്ച് മാത്രമാണ് അന്ന് ഗായത്രി ജപിച്ചിട്ടുള്ളത്. മുടങ്ങാതെ 8ാം വയസ്സ് മുതൽ ജപിക്കുക. ഒരു ദിവസം പോലും മുടങ്ങാതെ. അത് എന്തുകൊണ്ട് ജപിച്ചു ആ കുട്ടി? അടി മേടിച്ചിട്ട് കണ്ണുരുട്ട് മേടിച്ചും വഴക്ക് മേടിച്ചിട്ടും മാത്രമാണ്. അല്ലാതെ ഇതിനോട് ഒരു ആത്മാർത്ഥത ഉണ്ടായിട്ടുമില്ല. ഇത് എന്തിനാണെന്നറിയത്തില്ല. എന്തിനാണെന്നറിയാതെ ഒരു കാര്യം ചെയ്തിട്ട് എന്തോ ആ കാര്യം ചോദിക്കും. എന്തിനാണെന്നറിയില്ല. എന്താ ചെയ്യുന്നേ? പറയാൻ മനസ്സിലാവും. അങ്ങനെ അടി മേടിച്ചും അങ്ങനെ ഇങ്ങനെ ജപിച്ചും കാര്യങ്ങൾ. പക്ഷേ അതിങ്ങനെ വന്ന് ഒരു ഘട്ടം കഴിഞ്ഞ് നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും നാളിങ്ങനെ ജപിച്ച് വന്നതിൻ്റെ ഒരു പവർ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ പിന്നീട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ഒരു പവർ, വലിയ പവറാണ് അത് വലിയ പവർ. ചെറുപ്പം മുതൽ ഈ വാസിച്ച് വന്നതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഒരു 1.5 പവർ അവിടെ ഉണ്ട്. ഒരു പവറായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ. പ്രാണൻ അത്രയും പവർഫുള്ളാണ്. അത്രയും പ്രാണമയ കോശത്തിൽ ഉണരാനാണ്. അത് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അടുത്ത് ഹെൽപ്പായിട്ടുണ്ട്. സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ച കാര്യം പറഞ്ഞു. അതൊക്കെ എന്താ അദ്ദേഹത്തിന് തോന്നിയപ്പം ഡയറക്ടർ അദ്ദേഹത്തിന് നോക്കിയപ്പോൾ നമ്മളെ നോക്കിയപ്പോൾ അങ്ങനെ തോന്നിയെന്താ, നമ്മളൊരു ചൈതന്യം തോന്നിയിട്ടാണ്, ആ പ്രാണന്റെ ഒരു വൈബ്രേഷൻ തോന്നിയിട്ടാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വിജയിക്കാൻ സാധിച്ചത് ഈ പ്രാണന്റെ വൈബ്രേഷൻ കൊണ്ടാണ്. വിവാഹം ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ പറ്റിയത്, പ്രേമിച്ചതും ഒക്കെ. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളിലേക്ക് ഇത് കൊണ്ടുതരാൻ കാരണമായി. തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പം മറ്റുള്ളവർക്കില്ലാത്ത എന്താണ് നമ്മുടെ ആഗ്രഹമൊക്കെ നടക്കുന്നത്? എന്താണ് മറ്റുള്ളവരുടെ എന്താ വിചിത്രമായ ആഗ്രഹങ്ങൾ വരെ നടക്കുന്നുണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കാന്നൊക്കെ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ദിലീപിന്റെ മാനസ കൊട്ടാരം തുടങ്ങുന്നത്. അപ്പോൾ ദിലീപുമായിട്ട് പാട്ടുപാടി ഇങ്ങനെ അഭിനയിക്കുന്ന വിഷ്വലൈസ് ചെയ്യാറുണ്ട്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ യാഥാർത്ഥ്യമായി. അങ്ങനെ തന്നെ ഒരു ഫുൾ ലെങ്ത് റോൾ. അതെങ്ങനെയാ? അങ്ങനെയെല്ലാം ആഗ്രഹിച്ചൊക്കെ നടക്കുന്നത് എങ്ങനെയായിരുന്നു? ആ പ്രാണന്റെ ശക്തിയാണ്. അപ്പം നമ്മളെ പഠിക്കാൻ തയ്യാറായി. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ അടിച്ച് ജപിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിക്കോണമെന്നില്ല. കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ യുക്തി അന്വേഷിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ യുക്തിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പറഞ്ഞോട് തെറ്റേത് ശരിയേതെന്ന് അറിയാത്ത അവസ്ഥ നിൽക്കും. ചിലപ്പോൾ ഗുണം കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. ഇത് നമുക്ക് ഗുണം കിട്ടി ഇത് ഉറപ്പിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കുറച്ചാൾ നിർത്തി നോക്കിയായിരുന്നു. യുക്തിയൊക്കെ വാദമൊക്കെ തലയ്ക്ക് പിടിച്ച സമയത്ത് അതാത് പണി കിട്ടി. കടബാധ്യതയും പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒരുപാടങ്ങ് കൂടി ആത്മഹത്യയുടെ വക്കിലോട്ട് എത്തി. കുറച്ച് നാളുമുണ്ട്. മറ്റേതെല്ലാ ആഗ്രഹങ്ങളും സാധിച്ചിരിക്കുന്നിടത്തുനിന്ന് ഒന്നും സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് ദുരിതവും ബുദ്ധിമുട്ടും ദേഷ്യവും വിഷമവും
എല്ലാം പോയി. ഇത് നിർത്തി നോക്കിയതാ കുറച്ച് നാള്. അപ്പോഴാണ് ഒരു ദിവസം കത്തിയോ ഇത് നിർത്തി നോക്കാൻ തുടങ്ങിയതാണല്ലോ, കൈവിട്ട് പോയല്ലോ. നമ്മളറിയത് അങ്ങനെയാണല്ലോ. എന്തായാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ഇതെല്ലാം തിരിച്ചു വന്നു. അപ്പോൾ ഉറപ്പിച്ചു. അപ്പോൾ അതാ അത്ര കോൺഫിഡൻസോടെ ഇപ്പോൾ ആൾക്കാരുടെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് കൊണ്ട് പഠിച്ചതാണ്. പ്രാണന്റെ ഫ്ലോ ഏതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്താഗതികളല്ല. അപ്പൊ പ്രാണന്റെ ഫ്ലോ നിത്യകർമ്മത്തിലൂടെ വരത്തുള്ളൂ. അപ്പോൾ പ്രാണമയകോശം ഉണരത്തുള്ളൂ, പ്രാണമയകോശത്തെ കുറിച്ച് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴാണ് ഇത് ശരിക്കും ക്ലിയർ ആവുന്നത്. ഇത് യുക്തിയുടെയോ ചിന്തയുടെ വിഷയമല്ല, അങ്ങനെയുള്ള ഒരു നോളജിന്റെ വിഷയമല്ല. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ അവിടെ ശരിക്കും എനർജിയാണ് കളിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ നിർത്തി നോക്കാൻ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് മനസ്സിലാക്കാനാ, പോസിറ്റീവ് മനസ്സിലാക്കാനല്ല. നിർത്തി നോക്കുമ്പോ എങ്ങനെ സംഭവിക്കും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് കയറി വരാൻ പറ്റുന്നത്. അതാണ് സാധനയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞത്, വാസന ജപം മുടക്കരുതെന്ന് പറയുന്നത്. ഇത്ര ലെവലിലെത്തിയാൽ അദ്ദേഹത്തെ പോലും വയറുവേദന പിടിച്ചു, ആഭിചാരം ബാധിച്ചു. പത്മപാദരുടെ നരസിംഹ ഉപാസന കൊണ്ടാണ്. ആശ്രമത്തിന് അത് എല്ലാ ദേവതയ്ക്കും ശരിയായി ഉപാസിച്ച പവറുണ്ട്. നമ്മൾ ഒരു ഭയങ്കര ഉഗ്രമായിട്ടുള്ള ഒരു മൂർത്തിയെ ഒരാൾ ഉപാസിക്കുന്നു, വേറൊരാൾ സാധാരണ ഒരു ശാന്തമായ സാത്വിക മൂർത്തിയെ ഉപാസിക്കുന്നു. പക്ഷേ ഈ സാത്വിക മൂർത്തി ഉപാസിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടും ഭയങ്കര കാര്യമായിട്ടും ഉപാസിക്കുന്നത്. ഉഗ്രമൂർത്തി ഉപാസിക്കുന്ന ആൾ അത്ര പവർഫുൾ ആയിട്ടല്ല എങ്കിൽ ആരായിരിക്കും വിജയിക്കുന്നത്? സംശയമൊന്നുമില്ല. അപ്പൊ ഇതിനകത്തില് ഏത് ദേവത എന്നുള്ള അല്ല വിഷയം. ആ ഒരു ദേവതയെ എങ്ങനെ സിദ്ധിയാക്കുന്നു, ജപിക്കുന്നു, അതിലൂടെ എങ്ങനെ വളർച്ച ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വിഷയം. പിന്നെ അതുകൊണ്ട് ചെയ്യുന്നത് കർമ്മഫലങ്ങളെ ആ വിചാരകർമ്മം ചെയ്താൽ അതിന്റെ തിരിച്ചു ബാധിക്കും തിരിച്ച്. അപ്പൊ അതൊക്കെ ബാധിക്കും. പക്ഷെ എങ്കിലും ദേവതാ ഉപാസനയില് ദേവത സിദ്ധിയാക്കാൻ അങ്ങനെയില്ല. ഇന്ന ദേവതയാണ് വേഗം സിദ്ധിയാവും വിചാരിക്കാൻ പറ്റില്ല. അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. അതിന്റെ വിധാനങ്ങള് ഋഷിമാർ സൃഷ്ടിച്ചതാണ്. ഇപ്പൊ നമ്മള് ഭദ്രകാളി എന്ന് പറഞ്ഞൊരു വൈബ്രേഷൻ ഫീൽഡ് ഉണ്ട് ശരിക്കും. അതല്ലേ ചോറ്റാനിക്കര പോകുമ്പോ തുള്ളുന്നേ, കാര്യമൊന്നും അറിയാതെ പോകുന്ന ബാധയുള്ളപ്പോ തുള്ളുന്ന എന്താ? ഇത് ഏത് അമ്പലമാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നല്ല പോകുന്നത്. എല്ലാ അമ്പലത്തിലും പോകുന്നോണ്ട് അവിടെ പോകുന്ന അവിടെ ചെന്നപ്പോ ബാധയുള്ളൂ തുള്ളുന്നു. എന്താ അവിടെ ആ സ്വഭാവത്തിലുള്ള ഒരു വൈബ്രേഷൻ ഫീൽഡ് ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞവർക്കല്ല അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇതിന് മന്ത്രം കൊടുത്തതും വിധാനം കൊടുത്തതും ഇതിന്റെ രൂപം കൊടുത്തതും സങ്കല്പങ്ങൾ കൊടുത്തതും ഋഷിമാരാണ്. അതിനെ എങ്ങനെ ടാപ്പ് ചെയ്യണം, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ ഒരു വിഗ്രഹത്തിലേക്ക് മാറ്റണം, എന്നിട്ട് അതിനെ എങ്ങനെ വർദ്ധിപ്പിക്കണം, ഉപാസന ജപമൊക്കെ കൊടുത്ത് എങ്ങനെ അതിനെ എക്സ്പാൻഡ് ചെയ്യണം, എങ്ങനെ അതിനെ സംരക്ഷിക്കണം, ഇതാരാ തീരുമാനിച്ചത്? ഋഷിമാരാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവും. മറ്റേതൊരു സമുദ്രം പോലെ കിടക്കുന്നു. സമുദ്രം പോലെ അല്ലത്, ചുഴി പോലെ. സമുദ്രം എന്ന് പറയുമ്പോൾ എവിടെ എന്തോന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഒരു സാധനം ആൾറെഡി ഉണ്ട്, അവിടെ ഒരു വൈബ്രേഷൻ. കാന്താര സിനിമ കണ്ടില്ലേ എന്ന് പറയുന്ന നോട്ട്. അതിനകത്ത് ആദ്യം രാജാവ് വന്നിട്ട് രാജാവിന് മനസ്സമാധാനം കിട്ടുന്നു. അത് എവിടെ നിന്നാണ് തപ്പി വന്നപ്പോ ഈ കല്ലിൽ നിന്നാണ് മനസ്സിലാവുക. അതിനെ പിന്നെ തെയ്യക്കോലം കെട്ടി ആടുന്ന രീതിയിലാക്കിയത് മനുഷ്യനാണ്. ആ കോലം കെട്ടിയിട്ട് ആടത്തില്ല. ആ പൂജ, ആ വിധികളും കാര്യങ്ങളും ഇതൊക്കെ മനുഷ്യനാണ് ഉണ്ടാക്കിയത്. പക്ഷെ ആളുടെ അങ്ങനെ സാധനം അവിടെ ഉണ്ട്. അത് കറക്റ്റാണ് അവരുടെ ഒബ്സർവേഷൻ. രൂപം കൊടുത്തതാണ്. ആ ദൈവം രൂപം കൊടുക്കാതെ എങ്ങനെ എടുക്കും? ഈ വൈബ്രേഷൻ ഫീൽഡിനെ നമുക്ക് ഏതെങ്കിലും പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു ആർക്കിടൈപ്പിലൂടെ മാത്രമല്ലേ എടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാതെ എങ്ങനെ എടുക്കും? എല്ലായിടത്തും വെള്ളമുണ്ട്, എന്തിനാ കിണർ ഒഴിക്കുന്നേ? വെള്ളമുണ്ട്, എന്നാ പിന്നെ അത് പോരെ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ടോ? നമുക്ക് കാര്യം നടക്കണേ കിണർ ഒഴിക്കാതെ പറ്റുമോ? ആ കിണർ കുടിക്കാൻ വേണ്ടി കിണർ കുഴിക്കണം, കുളിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണം? കുളം കുഴിക്കണം. അപ്പൊ അത് വേണ്ട എങ്കിലും. അപ്പൊ ആ രണ്ട് ഉദ്ദേശത്തിലാണ് കുഴിക്കുന്നത്. കുളം പോലല്ല കിണർ. അപ്പൊ അവിടെ വെള്ളം എല്ലായിടത്തിലും ഉണ്ട്. പക്ഷെ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ
അപ്പൊ ദേവതകൾക്ക് ഡിഫറൻസ് ഉണ്ട്, അതിന്റെ ഉപയോഗം അനുസരിച്ച് ഉണ്ട്. അതിൽ കൂടെ വരുന്ന എനർജിയിലും അപ്പൊ ഡിഫറൻസ് ഉണ്ടാവും. ആ വെള്ളം കുളത്തിലുള്ള കൂട്ടല്ല വെള്ളം കിടക്കുന്നത് കിണറ്. മനസ്സിലായി എനിക്ക്. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ എടുക്കുന്നത്. സൃഷ്ടിച്ചത്. ആ അപ്പൊ നമുക്ക് ഇത് തന്നെ മനസ്സിലാവും. എനർജി, എന്റെ ഒരു മനസ്സിൽ എനർജി അവര് ഋഷിമാർ ആ രൂപത്തിലാക്കി അല്ലെ, എന്ന് പറഞ്ഞ് നമുക്ക് പോലും ദേവത ഉണ്ടാക്കാം തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിയാത്ത ചില പോരായ്മകൾ ചിലപ്പോൾ വന്നേക്കുമല്ലോ. പിന്നെ പണി കിട്ടിക്കഴിയുമ്പോൾ അയ്യോ ഇതുകൊണ്ടാണ് അവർ അങ്ങനെ വെച്ചത് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മള് ടൈം പോവും, ലൈഫ് പോവും. 12 വർഷം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ചില അങ്ങനെ പുതിയ ദേവതയൊക്കെ ഉണ്ടാക്കി ഉപാസിച്ചവരുണ്ട്. അപ്പൊ എന്ത് പറ്റുന്നത്, അതിന് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്യുന്നോണ്ടല്ലോ അല്ലാത്ത ആൾ ചെയ്യുമ്പോൾ. അല്ലാത്ത ആൾ ഇപ്പം നിങ്ങൾക്ക് ടയർ പഞ്ചർ ഒട്ടിക്കുന്ന ഒരാൾ പറഞ്ഞ് കാണിച്ചു തരണം. അപ്പൊ നിങ്ങൾ അത് ഇവിടെ ഇങ്ങനെ ചെയ്യണം, നമ്മളത് പൊടിയാൻ പഠിച്ച്. അപ്പൊ എളുപ്പമുണ്ട്. അതേസമയം ഒരാൾ പഠിപ്പിക്കുന്നില്ല, പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ മെഷീനും സാധനമൊക്കെ കിട്ടി, നമ്മൾ കുറെ ബുദ്ധിമുട്ടും. നമ്മൾ ചെയ്യത്തില്ലെന്ന് പറയാൻ പറ്റും, ചെയ്യും. പക്ഷെ നമ്മുടെ കൈയൊക്കെ ഒന്ന് ചതഞ്ഞ് 2 അടിയൊക്കെ കൈയൊക്കെ കിട്ടി. അല്ല ചാതി ചിലപ്പം ഒന്ന് ചതഞ്ഞ് 4 ദിവസം ചിലപ്പോൾ എണീക്കത്തില്ല. ഈ ഇത് തിരിച്ചടിക്കോ വല്ലതും ചെയ്താലും അങ്ങനൊക്കെ പാട് വെട്ടിട്ടൊക്കെ ചിലപ്പോൾ നമ്മളത് ചെയ്യും. ചെല്ല് കണ്ടിട്ടില്ല, ചില സാധനങ്ങളൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കും. പൈപ്പ് പൊട്ടിയാൽ ചിലപ്പോൾ അവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നൊക്കെ നന്നാക്കും. നന്നാക്കത്തില്ലെന്ന് പറയുന്നില്ല, നന്നാക്കും. പക്ഷേ ചിലപ്പോൾ അതിന് ചില പോരായ്മകൾ കാണും. ഇപ്പൊ ഒരു പ്ലംബർ വരുമ്പോ അയ്യോ എന്റെ ചേട്ടാ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മളിന്ന് വിളിച്ചാൽ പോരായിരുന്നു. നമ്മൾ അല്ല ഞാൻ ചുമ്മാ അങ്ങനെ ചെയ്ത ചേട്ടാ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മറ്റേ പ്രശ്നം വരും. അത് വരും. അത് ഞാൻ ആലോചിച്ചില്ല, അതാ പറഞ്ഞത്. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ റെഡിയാക്കി തരാം. പക്ഷെ കൊള്ളാം, ചേട്ടൻ ചെയ്യുന്ന കാര്യം നടന്നല്ലോ. ഇപ്പൊ ഞാൻ തിരക്കായിരുന്നു, ഇപ്പൊ കാര്യം നടന്നല്ലോ. കാര്യം നടക്കും, പക്ഷെ അതിനകത്ത് ചില പോരായ്മകൾ കാണും. അതിലൊക്കെ എത്ര എളുപ്പം അറിയാവുന്നതിനെ വിളിച്ചവന് 10 രൂപ കൊടുത്താകും വന്നത്. ഈ 10 രൂപ കൊടുക്കാനുള്ള മടിക്കാണ് തന്നെ പലയിടത്തുള്ള വിഷയം. അപ്പം ശരിക്കും നമ്മൾ സ്വന്തമായിട്ടൊരു ദേവതയെ സൃഷ്ടിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഇതാണ്. അത് വർക്കൗട്ട് ആവത്തില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷെ അതിനകത്ത് ചില പോരായ്മകളുണ്ടാവും. ഈ പോരായ്മകള് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ വിഷയമായിട്ട് വരികയും ചെയ്യും. ഞാൻ പറഞ്ഞ മനസ്സിലാവും? എനിക്ക് മനസ്സിലായി. അപ്പം ഇപ്പോൾ ഒരാൾ ഒരു ഗുരു, അദ്ദേഹം ചെല്ലുന്നവർക്കെല്ലാം ഈ ലോക്കറ്റേൽ നാഗത്തിനെ ഇട്ട് കൊടുക്കും, പൂജിച്ച് അതിന് നിവേദ്യം കൊടുക്കണം. പാലും പഴമൊക്കെ കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഇത് താന്ത്രിക വിധിയല്ല, താന്ത്രിക വിധിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന എന്താ പ്രശ്നം? സത്യത്തിൽ ഈശ്വരാരാധനയല്ല, ഇതിനെന്താ കുഴപ്പം? അതേപോലെ ആലോചിച്ചത്, ഈ ഗുരു ആലോചിച്ചത് ഇത് ഈശ്വരാരാധന. അപ്പൊ ഇത് കൊടുത്താൽ എന്താ കുഴപ്പം? നല്ലതല്ലേ? ഈശ്വരൻ എപ്പോഴും കൂട്ടത്തിലുണ്ടല്ലോ, എപ്പോഴും കാണാനും പറ്റും. അലമാരി കണ്ണാടി നോക്കുമ്പോഴൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യുമ്പോൾ എപ്പോൾ ഒരു പവർ കിട്ടും പുള്ളിക്ക്. ഇത് എന്ത് സംഭവിച്ചു പിന്നെ? അപ്പം അവിടെ പൂർവികർ അത് അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ചെയ്യുന്നത്. ഏലസാക്കിയിടാം, കുഴപ്പമില്ല. പക്ഷെ ഒരു ലോക്കറ്റ് വിഗ്രഹമാക്കിയിട്ട് അതിനെ പൂജിച്ച് കൊണ്ടിടക്കാൻ പറയുന്നില്ല. അതെന്താ പറയാത്തത്? ഇതൊക്കെ പറഞ്ഞവർക്ക് എന്താ അത് പറഞ്ഞുകൂടായിരുന്നോ? ഇല്ല, അതെന്താ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ അത് ചെയ്തു നോക്കാം. ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും കുറ്റബോധവും ടെൻഷനും. ഇതിട്ടുകൊണ്ട് അയാൾക്ക് സെക്സ് ചെയ്യാൻ പറ്റുമോ? ഇത് ഊരിയെടുക്കാൻ പറ്റുന്നതല്ല, ഇതിങ്ങനെ ടൈറ്റാണ്. അപ്പൊ ഇത് ഇട്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്താണ്. അപ്പൊ ഇയാൾക്ക് ഇതിട്ടുകൊണ്ട് സെക്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞേ? മാറി 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 സംസാരിക്കട്ടെ. പോക്കോ എന്തോ വേണ്ടേ? പോയി കളിച്ചു, അപ്പുറത്ത് പോയി കളിച്ചു. അപ്പൊ ഈ മനുഷ്യർ ഇതിട്ടുകൊണ്ട് ബുദ്ധിമുട്ടുകളാണ്. അയാൾക്ക് ശുദ്ധം, വൃത്തി. അപ്പോൾ ഒരു വിഗ്രഹ ശരീരത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അശുദ്ധിയാവാൻ പാടില്ലല്ലോ.
അപ്പോൾ ഇയാളെപ്പോഴും ഓവർ OCD, കുളിക്കാൻ ഇപ്പം ഇത്ര കൈ കഴുകിയിട്ടൊന്നും പോരാ, ഒട്ടും അശുദ്ധി, ഭാര്യയായിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സെക്ഷൽ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇയാൾക്ക് ഇതുകൊണ്ട് പറ്റത്തില്ല, അങ്ങനെയുള്ള വിഷയങ്ങൾ. ഇത് ഊരാൻ പാടില്ല, ഇത് ഊരി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും അങ്ങനെ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം ഈ മനുഷ്യന് ഉറക്കത്തിലൊക്കെ ഇത് തന്നെയായി. പിന്നെ സർപ്പത്തിന് സ്വപ്നം കാണുക, അവർക്ക് ഇതൊരു ബാധ പോലായി. സഹി എടുത്തിട്ട് മാനസിക രോഗിയാവുന്ന അവസ്ഥയിലെത്തി. അയാളെ ബിസിനസ് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വലിയ വിഷയങ്ങളായിട്ട് അവസാനം സഹിക്കാൻ വയ്യാതെ ഇയാൾ നമ്മുടെ വീഡിയോ കണ്ടിവിടെ വന്നു. ഞാനിത് ആവാഹിച്ച് മാറ്റി മണ്ണാറശാല കൊടുത്ത് സ്വസ്ഥമായി സുഖമായി സന്തോഷമായിട്ട് ഇപ്പം കഴിയുന്നു. ശ്രീവിദ്യ ദീക്ഷ കൊടുത്ത് ഉപാസന കൊടുത്ത് ചെയ്യിപ്പിച്ചേരും. തകിടൊക്കെ അവിടെ കൊണ്ടുവച്ച് ഇപ്പൊ ആളിന് വെട്ടം വീണു, ഹാപ്പിയായി. അങ്ങനെ ഒരു 3ഓളം ആളുകളെ രക്ഷിച്ചിട്ടുണ്ട്. ഉറക്കമില്ല രാത്രിയിലെ, ഉറക്കം പോയി എല്ലാം പോയില്ലേ. ഒരു മനുഷ്യനെ സൈക്യാട്രി മെഡിസിൻ്റെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കുറയ്ക്കണം കൂട്ടണം എന്നൊക്കെ സൈക്യാട്രിസ്റ്റുകൾ കാൽക്കുലേറ്റ് ഉറക്കം നോക്കിയിട്ടാണ്. ഉറക്കം ഏറ്റവും പ്രധാനമാണ്. ഉറക്കമില്ലാതെ 6 ഉപാസന ചെയ്താലും വിജയിക്കത്തില്ല. ഉറക്കത്തെയാണ് ഈ ദേവതകൾ ഉപാസന തെറ്റിയാൽ ആദ്യം ബാധിക്കുന്നത്. കുണ്ടലിനി സ്ട്രോങ്ങായിട്ട് റൈസ് ചെയ്യും, അതിൽ ഉറക്കം പോവുകയാണ് ചെയ്യുന്നത്. ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടാവും, സ്കിസോഫ്രീനിയ ഉണ്ടാവാം, ബാധകൾ വരും. അപ്പൊ ഇയാൾക്ക് വേറെയും ബാധകൾ വന്നു. ഇതിനോടൊക്കെ ഒരെണ്ണം വന്നാൽ പിന്നെയും വന്നത് ഇത് ബാധ. ഈ ടെൻഷൻ ആയി കഴിഞ്ഞാൽ അഡ്രനാലും വന്നാൽ ബാധ വരും. ആവശ്യമായിട്ട് ഇമോഷണൽ അഡ്രനാലും കൂടിയാൽ ബാധ വരും. വണ്ടിയെന്ന് മറിഞ്ഞു വീണ 5ഓളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ബാധ പിടിച്ചിട്ട്. ആ ഹൈ ഡോസിൽ അഡ്രനാലും ട്രിഗറായി, അപ്പോൾ ബാധ വന്നു, അവിടെയുള്ള ബാധ കയറി. ഇത് കെമിക്കൽ കോമ്പിനേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, നല്ല ദേവതയും ചീത്ത ദേവതയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ തന്ത്രവിധിയില്ലാത്ത ഒരു കാര്യം പഠിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പൊ ഇത് ലാസ്റ്റിൽ എങ്ങനെ പറയാം? എന്റെ കൺക്ലൂഷൻ ഇതുകൊണ്ടാണ് പണ്ടുള്ളവർ ഇങ്ങനെ ചെയ്യില്ല പറഞ്ഞത്. അത് പഠിച്ചു. പക്ഷെ അപ്പോഴത്തേക്ക് ഒരുത്തന്റെ ജീവിതം പോയില്ലേ, അവന്റെ ബിസിനസ് പോയില്ലേ, സ്വാമിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. സ്വാമിക്ക് വല്ലതും നഷ്ടപ്പെട്ടു? ഇല്ല. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. ഇങ്ങനൊരു 10 പേര് പറഞ്ഞാലോ ഇയാള് ഫേസ്ബുക്കിൽ പോയി ഇങ്ങനെ ഓപ്പോസിറ്റ് പറഞ്ഞ് കുറെ വിട്ടു കഴിഞ്ഞാലോ അയാളെ ബാധിക്കത്തില്ല. അങ്ങനെ ആ ഗുരുവും കുറെ അനുഭവിച്ചപ്പോ അനുഭവിച്ചു. ഞാൻ അദ്ദേഹത്തെ മോശപ്പെടുത്തുകയല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ്, അദ്ദേഹത്തിന്റെ യുക്തിയിൽ അദ്ദേഹം ചെയ്തതാണ്. അപ്പൊ ഈ ട്രഡീഷണൽ സംവിധാനങ്ങൾ മനസ്സിലാക്കാതെ പോകുമ്പോഴുള്ള പ്രശ്നമാണ് എനിക്ക് പറഞ്ഞത്. കളയണം, ഏത് കളയണം, തള്ളണം, കൊള്ളണം എന്നറിയണം. അറിയാൻ വേറെ കളഞ്ഞാൽ വേണ്ടതായിരിക്കും കളയുന്നത്, വേണ്ടാത്ത എടുത്ത് വെക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു ഗൈഡൻസിൽ പോകുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. എന്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു? ധർമ്മദേവതകളെ, ദേവതകളെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പമില്ല അല്ലേ? അപ്പൊ ആ ദേവതകൾക്ക് അപ്പോൾ ഉള്ള ദേവതകളാണ്, ആ ദേവതകളുടെ വിധാനങ്ങൾ ഋഷിമാരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് അതിനെ നമ്മളത് ഗവനിക്കാതിരിക്കരുത്. അവർ പറഞ്ഞോട്ടങ്ങ് പോയാൽ കുഴപ്പം വരത്തില്ല. മനസ്സിലായി? വലിയൊരു ഡിഫറൻസിനൊക്കെ പോയിട്ട് നമ്മൾ വലിയൊരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നമ്മൾ പോകുമ്പോൾ വേറൊരു ആചാര്യനെ ഇപ്പൊ ത്രിപുര സുന്ദരി എടുത്തിട്ട് വേറൊരു ദേവതയാക്കി ആ അമ്പലമൊക്കെ പണിഞ്ഞ് പോകുന്നുണ്ട്. ആ ദേവതയ്ക്ക് വേറൊരു പേരൊക്കെ കൊടുത്തിട്ട് പോകുന്നു. അതിനകത്തൊക്കെ ഈ പറയുന്ന ഒരു പ്രശ്നമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ പോയി കുറച്ച് ആൾക്കാരെ ആരാധിക്കുന്നു, ഒക്കെ നല്ലത് തന്നെ, വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല. അങ്ങനെ പുള്ളി എന്റെ ദേവിയെ എനിക്ക് ഇങ്ങനെയാണ് കാണാൻ ആഗ്രഹം, ത്രിപുര സുന്ദരി എനിക്ക് ഈ രീതിയിലാണ് കാണാൻ ആഗ്രഹം. തെറ്റൊന്നുമില്ല, തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിലൊക്കെ ഉള്ള ഒരു പ്രശ്നം, അവിടെ ഈ ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം പ്രശ്നം വരൂല്ലേ എന്നൊരു സംശയം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? പേടിയാ, നമുക്കൊക്കെ പേടിയാ. പക്ഷേ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ പ്രാണനെ കുറിച്ച് അറിയാവുന്നുണ്ട്. പ്രാണൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടല്ല, ആ വഴുതി പോകും. അപ്പം ശരിക്കും ഈ ദേവതകൾ ആൾറെഡി ഉള്ള ദേവതകളെ ശരിയായ രീതിയിൽ ഉപാസിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആളുകളൊക്കെ കൂടെ ഇതിനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിലായിരിക്കും അതിന് കുറച്ചുകൂടെ ഫോമായിട്ട് നിൽക്കുന്നത്.
അപ്പം നമ്മളൊരു സംഭവം കൊടുക്കുമ്പോൾ ഇതിലൂടെ ഇത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും. അതെ. ഇപ്പൊ ചോറ്റാനിക്കര അമ്മ എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവിടുത്തെ വിഗ്രഹവും കാര്യങ്ങളൊക്കെ ആൾക്കറിയാം. ആയിരക്കണക്കിന് ആൾക്കാർ, ശബരിമല ശാസ്താവ്, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ നിൽക്കുക. മനസ്സിലിങ്ങനെ നിൽക്കുക. അവരുടെ കൂടെ എനർജി അവിടെ വന്നു. ആ ഒരു സങ്കല്പത്തിന് അത്രയും തീവ്രം വന്നു. ആ എനർജി അതിനകത്തെ കൂടെ ഒഴുകി. ഇത് രണ്ടും രണ്ടല്ലാതെ ഇങ്ങനെ നിൽക്കുക. അതായത് ആ ദേവത വിധാനം ഉണ്ടാക്കിയ ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ആൾറെഡി ഉള്ള എനർജി കൂടെ ചേർന്ന ഒരു കമ്പൈൻഡ് ആയിട്ടൊരു വേറൊരു ഫോമിൽ നിൽക്കുക. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടേതായിട്ട് സംഭവം ഉണ്ടാക്കുന്നത് എനിക്ക് അയ്യപ്പനെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ദേവത സംവിധാനം ഉണ്ടാക്കി, അയ്യപ്പനൊരു ധ്യാനമൊക്കെ ഉണ്ടാക്കി, ഒരു മൂലമന്ത്രമൊക്കെ ഉണ്ടാക്കി ചെയ്താൽ ഇത്രയും പവർ വരുമോ എന്ന് സംശയമുണ്ട്. തന്നെയല്ല, ഇതുമായിട്ട് ക്ലാഷ് വരാനും ചിലപ്പോൾ സാധ്യതയില്ലേ എന്നൊരു സംശയം. അതാണ്, നമ്മുടെ പ്രാണം മാത്രമേ ഉള്ളൂ. മറ്റേതൊരു ഗ്രൂപ്പ് ഓഫ് വർഷങ്ങളായിട്ടുള്ള ഒരു സംഭവം നിൽക്കുക. ആ സാധനം അവിടെ നിൽക്കുക. ആ ഏരിയയിലൊന്നും അടുക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു. മറ്റേ ഇതൊക്കെ എനർജിയെ കുറിച്ച് അറിയാൻ വയ്യാത്തവർക്ക് കുഴപ്പമില്ല. കാര്യം എന്താ, ഇത് ഇങ്ങനെ ഉണ്ടാക്കി പുറം മൂടിയിലാണെങ്കിൽ ഒരു പടമൊക്കെ വെച്ച് കഴിഞ്ഞ് ഒരു പെയിന്ററെ കൊണ്ടൊരു പടമൊക്കെ അയ്യപ്പന്റെ പുതിയ രീതിയിൽ വരച്ച് ഞാനൊരു ധ്യാനമൊക്കെ ഉണ്ടാക്കി, ഞാൻ സംസ്കൃതം എനിക്കറിയാം, അപ്പൊ ഞാനൊരു ഇതൊക്കെ ഉണ്ടാക്കി ഒരാൾ ഉണ്ടാക്കുന്നു. അന്നത്തെ നമ്മൾ ധ്യാനം മൂലമന്ത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഇതികൂടെ വിളിച്ചാൽ വരത്തില്ല, വരുമായിരിക്കും. പക്ഷെ മറ്റേ പവർ വരുമോ അല്ലെങ്കിൽ ഇത് തമ്മിൽ ക്ലാഷ് ആവുമോ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ആ ദേവതയ്ക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ആദ്യം ചോദിക്കണം. ഇതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് പ്രാണനെ കുറിച്ചുള്ള അറിവ് വേണം. പുസ്തകം വായിച്ചുള്ള അറിവോ പഠിപ്പിച്ചോ ഉള്ള അറിവ് ഉണ്ടായിട്ട് കാര്യമില്ല. ഉണ്ടോ? പ്രായോഗികത എവിടെ വിഷയം വരും. അത് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്, ഇപ്പോൾ ഉള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം പോരാന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഇത്രയും ദേവതകളുണ്ട്, ഇതൊന്നും പോരാ. അത് ഞാൻ എന്നുള്ള ഈഗോ അല്ലത്. ഈഗോയിൽ എന്ത് വന്നാലും പ്രശ്നം വരും. അവിടെ ഒരു സറണ്ടറിങ്ങിന്റെ കുറവില്ലേ. നമ്മളിവിടെ എത്ര നാള് കാണുമപ്പാ, അതിനുള്ളിൽ ഈ ഉണ്ടാക്കി വെച്ച് അടിപൊളിയായിട്ടിരിക്കുന്ന സാധനങ്ങളെ ഒന്ന് നമസ്കരിക്കാൻ പോലും നമുക്ക് സമയമില്ല. അതിനുള്ളിൽ നമ്മള് ഹലോ ടൈം കഴിഞ്ഞ് കേട്ടോ തിരിച്ചു വരാൻ പറഞ്ഞ് വിളിക്കും. ഈ അഗസ്ത്യനും വ്യാസനും വലിയ വലിയ ഋഷിമാരൊക്കെ, മരണമില്ലെന്ന് പോലും പറയുന്ന ഋഷിമാരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ സാധനങ്ങളെ ശങ്കരാചാര്യ സ്വാമികൾ പോലും വന്നിട്ട് ഇതിനെ തിരുത്തിയിട്ടില്ല. അദ്ദേഹം ഇതിനെയൊക്കെ കൂടുതൽ നന്നായിട്ട് ചെയ്യാനുള്ള വിധാനങ്ങൾ ഉണ്ടാക്കുക ചെയ്തത്. എന്നാ ഒരു കാര്യം ചെയ്യും, വിഷ്ണുവിനെ അങ്ങ് മാറ്റിയേക്കാം, എന്നിട്ട് വേറെ എൻ്റെ ഒരു ദേവത ഉണ്ടാക്കിയേക്കാം, ശിവനെ അങ്ങ് മാറ്റാം, അല്ല ത്രിപുര സുന്ദരിയെ മാറ്റിയേക്കാം, എൻ്റെ ഒരു ദേവതയെ അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവിടെയാണ് പലരും ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ഗുരുത്വം എന്ന് പറയുന്ന സാധനം ശരിക്കും ശ്രീവിദ്യയിൽ ഗുരുവാണ് ഏറ്റവും പ്രധാനം. ഒരു പരമ്പരയാണ്. ആ ഗുരുപരമ്പരയുടെ ഒഴുക്കിന് തടസ്സം വരൂലേ എന്ന സംശയം. ഞാൻ പറഞ്ഞ എന്നോട് ദേഷ്യം വരും, ആളുകൾക്ക് പരാതി വരും, മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓപ്പണായിട്ടൊക്കെ ഇതൊക്കെ സംസാരിക്കാത്തത്. ശത്രുത എന്തിനാണ് വലിച്ചു വെക്കുന്ന ആളുകൾ. മാറ്റുന്ന സംഗതി. ആ ഗുരുത്വം ഉണ്ടെങ്കിൽ എല്ലാം തന്നെ തെളിയും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ലക്ഷം ദോക്ഷ ഗുരു നന്ദി എന്നുള്ളൊരു പ്രമാണം അതെല്ലാ രംഗത്തും അത് ഉണ്ട്. അപ്പൊ ആ ഗുരുത്വം, ഗുരു ഒരു ചൈതന്യം, അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തമേന എല്ലായിടത്തും എല്ലാത്തിലും ഉണ്ട്. കുളാർമുഖ തന്ത്രത്തിൽ ചോദിക്കുന്ന പുല്ല് പോലും ഗുരുവാണ്. എനിക്ക് ഗുരു അല്ലാത്തത് എന്ത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയും ഗുരുത്വം, നമ്മളിലേക്ക് ഈശ്വരൻ തന്നെയാണ് ഗുരു. അപ്പൊ നമ്മൾ ആ ഗുരുത്വം ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ഈശ്വരൻ തന്നെ വന്ന് അറിയും. പുറമേ നമ്മൾ വലിയ വിനീതനായിട്ട് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. പുറമേ ചിലപ്പോൾ അഹങ്കാരിയായിട്ടായിരിക്കും തോന്നുന്നത്. ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ആ ഗുരുത്വം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പം വരികയില്ല. നമ്മളിലേക്ക് ഈശ്വരൻ ഷവർ ചെയ്യും അല്ലേ. അപ്പൊ അവിടെ നമ്മുടെ ആ എംറ്റിനെസ് ഉണ്ടായിരിക്കാണ്. ആ എവിടെ നിന്നും ഗുരു കയറാം, ജ്ഞാനം കെട്ടാം. ഗൗതമന്റെ സത്യാനന്ദ കഥ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പശു ബ്രഹ്മജ്ഞാനം പറഞ്ഞു കൊടുത്തു. വന്യം നടത്തിയിട്ട് 1000 പശുക്കളാകുമ്പോൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് 400 പശുക്കളെ കൊടുത്ത് വിട്ടു. 1000 ആയപ്പം അല്ലയോ സത്യകർമ്മ ഞങ്ങൾ 1000 ആയിരിക്കുന്നു. പശു സംസാരിച്ചു തുടങ്ങി. പശു ബ്രഹ്മജ്ഞാനം കൊടുത്തു.
വൃക്ഷങ്ങൾ, പക്ഷികൾ, ആകാശമൊക്കെ വിജ്ഞാനം കൊടുക്കുന്നത്. സത്യത്തിൽ അവർ പറഞ്ഞു, സിംബോളിക്കായിട്ട് പറഞ്ഞേക്കാം, ഇതിൽ നിന്നൊക്കെ ഞാനും ഉള്ളിലേക്ക് കയറിയാണ്. കാരണം നമ്മളിലൊരു എംപ്റ്റിനെസ് വന്നു. മറ്റേ നമ്മളൊരു ഐലൻഡ് ആയിട്ട് ഇങ്ങനെ നമ്മളൊരു വലിയ സംഭവമായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് നമ്മൾ ഞാൻ എന്നുള്ള ഒരു ബാധയായിട്ടിരിക്കുക. ഞാൻ മരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന നിങ്ങൾ എന്നെ വിളിക്കുന്ന ബാധയാണ്, പ്രേതമാണ്. അപ്പൊ എന്റെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രേതം ഏതാ? ഞാൻ തന്നെയാണ്. അതിനില്ലായ്മ ചെയ്യാൻ ആത്മീയത ഉദ്ദേശം. അതിനില്ലായ്മ ചെയ്താൽ നമ്മളിലേക്ക് ഗുരുതത്വം ഈശ്വരൻ തന്നെ ഇറങ്ങി വരും. പിന്നെ ഈശ്വരനെ ഉള്ളൂ, വേറൊന്നും ഇല്ല അവിടെ. അപ്പൊ അതിന് നമുക്ക് അതിനുള്ള സമയം പോലും ഇല്ല. നമ്മൾ ഇവരുടെ ദേവതയൊക്കെ ഉണ്ടാക്കി അതിന് അമ്പലമൊക്കെ പണിഞ്ഞ് അതിന്റെ പുറകെ നടന്ന് അതിന് കുറെ ആൾക്കാരെ കിട്ടി ആളുകളെ വഴിതെറ്റിച്ച് നമ്മൾ എന്തിനാണ് അപ്പോൾ പോകുന്നത്? ഇപ്പൊ മര്യാദക്ക് ആൾക്കാർ ചോറ്റാനെതിരെയൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ച് ജീവിക്കുന്നുണ്ട്. നമ്മൾ ഈ ഉള്ള ദേവതകളുടെയൊക്കെ ആൾട്രേഷൻ വരുത്തേണ്ട കാര്യമുണ്ട്. സാധാരണക്കാർക്ക് പോലും പൂജ ചെയ്യാൻ പൈസ ഇല്ലെങ്കിൽ ചോറ്റാനിക്കരെ പോയി പ്രാർത്ഥിച്ചാൽ സംശയമുണ്ടോ? എത്ര ആൾക്കാരെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത് മനസ്സിലാവും. ചെയ്യാത്തവർക്ക് എത്ര ആൾക്കാർ രക്ഷപ്പെട്ടേക്കുന്നു. സുദർശനവും നടത്താൻ കാര്യമില്ലാത്ത എത്ര ആൾക്കാരെ സുദർശന സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാല് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളിത് മാറ്റി കൗൺസിലിംഗ് എല്ലാം കൊടുത്ത് എത്ര ആൾക്കാരെ ചെയ്തേക്കുന്നു. ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാലും അതിന്റെ കാര്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഏത് പാവപ്പെട്ടവന് സാധാരണക്കാരന് വേണ്ടിയിട്ട് അഴിമാരിന്ന് ചമച്ചത് സംശയമുണ്ട്. അല്ല, അതിനകത്തൊരു ഡിഫക്റ്റ് വരത്തില്ല. അത് പറയാൻ ധൈര്യമായിട്ട് ഇത് ചെയ്തു, അല്ല നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട്, ഇത് അറിയാത്തതുകൊണ്ട് ആ പറഞ്ഞു വെച്ചേക്കുന്നതിന് ശരിക്കും മനസ്സിലാക്കപ്പെടാത്തതുണ്ട്. അത് ഗുരുത്വത്തിന്റെ കുറവാണ്. എപ്പോഴാണ് ഒരാളിൽ ഗുരുത്വം കൂടി 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 വരുന്നത്, അയാളിൽ ഈശ്വരന്റെ സാന്നിധ്യം കൂടി കൂടി വരും. രണ്ടും ഒന്ന് തന്നെ, ഗുരു സാക്ഷാൽ പറയുന്നത്. അപ്പൊ ഈ ഗുരുത്വം ഉള്ളിൽ കൂടി 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 കൊണ്ടുവരുവായുണ്ട്. അത് നമ്മളില്ലാതായി വരണം. ദേവത ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരും. ഈ ഒരു പ്രോസസ് സത്യത്തിൽ ഇതിനകത്ത് നടക്കുന്നത്, അത്രേ ഉള്ളൂ. അത് എങ്ങനെ വേണമെങ്കിലും നടന്നാൽ മതി. ഇന്ന രീതിയിൽ തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ഇന്നാലും തന്നെ പറയുന്നില്ല. ചെല്ലാണ്ടേക്ക് ചോദിക്കും, ഞാൻ ഇന്ന കാര്യം പഠിച്ചോട്ടെ പോയി ഇന്നൊരു ക്ലാസ് നടക്കും. ആർ രാമാനന്ദന്റെ തന്ത്രയുടെ ഒരു ക്ലാസ് നടക്കുന്നു. സാറേ ഞാൻ പോയി അറ്റൻഡ് ചെയ്തോട്ടെ, എന്തെങ്കിലും കുഴപ്പമുണ്ട്, സാറിൻ്റെ അടുക്കുന്ന ദീക്ഷ എടുത്താൽ പോയി അറ്റൻഡ് ചെയ്തു. ഉള്ള അറിവുകൾക്കാരാണ് പരിധി വെക്കുന്നത്. അവൻ അറിവ് കിട്ടുന്നത് നല്ലതല്ലായിരുന്നു, അവൻ രക്ഷപ്പെടുമല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോളാം, അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. ഒന്ന് കൺഫേം ചെയ്തോളാം, ഇത് കുഴപ്പമുണ്ടോ, ഇങ്ങനെ കേട്ടു, സംശയം വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇല്ല അത് കുഴപ്പമില്ല, അത് അറിവുള്ള ആൾക്കാരല്ല, അവർ പറഞ്ഞു ശരി ചെയ്തു. ഞാൻ പറഞ്ഞ മനസ്സിലായി. അങ്ങനെയൊക്കെ പലരെയും നമ്മൾ വിട്ടിട്ടുണ്ട്. ആ അറിവുകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അവർ ശകലം കൂടെ മുന്നേ അപ്പം നമ്മൾ ശരിക്കും അങ്ങനെ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മൾ ഒരിക്കലും നിസ്സാരപ്പെടുത്താറില്ല. സത്യം പറഞ്ഞാൽ പക്ഷേ ഇതൊന്നും ആവശ്യമില്ല. നമ്മുടെ സ്ഥാന പദ്ധതി നമ്മൾ കൃത്യമായി ചെയ്തു പോവുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ വർക്കൗട്ട് ആയിക്കോളും. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അഫർമേഷൻ, സൈക്കോളജിക്കൽ അഫർമേഷൻസ് ഉണ്ട്, അത് നോക്കിയാലോ, സൈക്കോളജിക്കൽ അഫർമേഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. ഓരോ കോശങ്ങളും ശുദ്ധീകരിച്ച് മേലോട്ട് കയറി പോകാനുള്ള സാധനം സമയാസമയത്ത് ഇത് പൊട്ടിക്കോളും, കത്തിക്കോളും. അങ്ങനെയാണ് അതിന്റെ സെറ്റിങ്സ്. എല്ലാം കറക്റ്റ്. ശരിക്കും ലോകത്ത് വന്നിട്ടുള്ളതെല്ലാം പ്രാണബുദ്ധികൾ. അതെ അതെ. ഈവൻ ജ്യോതിഷത്തിൽ പോലും പണ്ടുള്ള മഹാന്മാരായ ജ്യോതിഷന്മാർ പറയാറുണ്ട്, നിങ്ങളുടെ ഒരു മൃഗത്തെ നിങ്ങൾ ആരാധിക്കണം, ഒരു മൃഗത്തിന് അന്നം കൊടുക്കണം, ഇന്ന നക്ഷത്രമാണെങ്കിൽ പട്ടിക്ക് അന്നം കൊടുക്കണം, അതൊരു പ്രാണന്റെ അനുഗ്രഹം വരികയാണ്. ഒരു വിഷത്തെ ആരാധിക്കണം, കാര്യം വിഷത്തിന് പ്രാണം കൊടുക്കാൻ കഴിയും, അത് ഈശ്വരാംശം. തീർച്ചയായിട്ടും നമ്മളിത് പ്രപഞ്ചത്തിൽ നിന്ന് രണ്ടല്ലല്ലോ, രണ്ടായിട്ട് മനസ്സിൽ ചിന്തകളുള്ളപ്പോഴാണ് തോന്നുന്നത്. അത് യോഗശക്തത്തിൽ നിലവെന്ന് പറഞ്ഞത്. ചിന്തകൾ സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് അത്ര ഇഴുകിച്ചേർന്നു, പ്രപഞ്ചമാണ് നമ്മൾ എന്ന് മനസ്സിലാവും. അതിനിടയ്ക്കൊരു ഗ്യാപ്പ് ഈ ചിന്തകൾ വരുമ്പോഴാണ്. അതില്ലെങ്കിൽ ഈ ഫ്ലോ കറക്റ്റായിട്ട് പ്രപഞ്ചവും നമ്മളുമായിട്ട് മലയാളം പുഴയുടെയൊക്കെ ഭാഗമാണ് നമ്മൾ. അത്രേ ഉള്ളൂ. അപ്പം ഒരു ഇതില്ലെങ്കിൽ പോലും ഈശ്വരന്റെ സ്മരണ മാത്രം മതി. പ്രാണൻ ആക്റ്റീവ് ആവാനാണ് സ്മരണ മാത്രം മതി. പ്രാണനെ അറിയാം. നമ്മൾ ചിന്തിക്കുന്നതല്ല പ്രാണൻ, ചിന്തകൾ പ്രാണന് തടസ്സമാണ്. നമ്മൾ സാധന ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിൽ പ്രാണന്റെ ചലനങ്ങൾ ഒരു താളത്തിൽ വരുന്നത് അറിയാൻ പറ്റും. മറ്റേ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുവാണ്. പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, പോസിറ്റീവ് ചിലപ്പോൾ ചിന്തിക്കും.
അപ്പോഴൊന്നും ഇതിനൊരു വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട്, ഒരു ക്രോഡീകരണം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ടിട്ട് പ്രാണൻ ചലിക്കുന്ന ഒരു സ്പന്ദനത്തിന്റെ ഒരു താളം ഉണ്ടാക്കുകയാണ് ഒരു വാസന ജപത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു വൈബ്രേഷണൽ ഫീൽഡ് വരാൻ തുടങ്ങും, നമുക്ക് മനസ്സിലാവും. ദേവതകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ദേവതകൾ ഞാൻ പറഞ്ഞില്ലേ റിയലാണ്, അങ്ങനെയുള്ള ദേവതകൾ അത് ഭദ്രകാളി മന്ത്രം ചെയ്യണം. അപ്പൊ ആ വൈബ്രേഷൻ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെ ഒരു ലോകമുണ്ട്, പ്രാണമയകോശം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് ബേസ് ആയിട്ട്. അത് കുറച്ച് വരുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങുന്നു. മെറ്റീരിയൽ ലൈഫിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുന്നു എന്ന് വരുമ്പോൾ ഇത് പോസിറ്റീവാണെന്ന് മനസ്സിലായി. അപ്പൊ ഇതുവരെ ഇരുന്നത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവും. അങ്ങനെ നെഗറ്റീവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് നെഗറ്റീവിനെ എങ്ങനെ അറിയും? എല്ലാം ഒന്നിച്ച് കിടക്കുക. അങ്ങനെ ഈ ദേവതയെ ഉപാസിച്ച് മുന്നോട്ട് പോയി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ചില ആളുകൾ അങ്ങനെയാണ്. ചില ആളുകൾക്ക് ഇത് ജപിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പല ബുദ്ധിമുട്ടുകൾ വരും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ മനസ്സിലാവും നെഗറ്റീവ് വൈബ്രേഷൻസ് ഉള്ളത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. ആ നെഗറ്റീവിനെ മാറ്റിയിട്ട് വേണം ഇത് പോസിറ്റീവിനെ കയറ്റാൻ. അപ്പോൾ വേറെ ആളുടെ ഹെൽപ്പ് ചിലപ്പോൾ തേടി എന്നിരിക്കും. അങ്ങനെ അത് കറക്റ്റ് ചെയ്ത ശേഷം ഇതെടുത്ത് പോസിറ്റീവായിട്ട്, അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പോൾ അത് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു മനസ്സിലാക്കലിലൂടെ കടന്നു പോകുമ്പോൾ പ്രാണമയകോശത്തിലേക്ക് എത്തി. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ചിന്തിക്കുന്നതുമായിട്ട് ഇന്നൊരു ബന്ധവും ഇല്ല. നമ്മൾ പറയുന്ന എത്തിക്സുമായിട്ടോ അതുമായിട്ടൊന്നും ഇതിനൊരു ബന്ധവും ഇല്ല. എത്തിക്സ് ഒന്നും നോക്കിയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഭയങ്കര ക്രൂരമായിട്ട് ഇത് പ്രാണം പ്രവർത്തിക്കും, ചിലപ്പോൾ ഭയങ്കര നല്ലതായിട്ട്. ഇതൊക്കെ നമ്മുടെ നോക്കുന്നവന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അതിനങ്ങനെ കണ്ണും മൂക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മൈൻഡിന്റെ ലോകത്തുള്ള എനർജി വേൾഡിലേക്ക് വന്ന് ആ എനർജിയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങും. അപ്പൊ എല്ലാം പോസിറ്റീവ് ആവുന്ന കാണും. കറണ്ടിന് വല്ല സോഫ്റ്റ് കോർണർ ഉണ്ടോ? അത് തന്നെയാണ് പ്രാണൻ. അതിന്റെ ബേസാണ് പ്രാണൻ. ആ പ്രാണന്റെ സ്വഭാവം അത്. അതിനെ ആര് മനസ്സിലാക്കുന്നു അത് പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യും. ഇതിനെ ആര് മനസ്സിലാക്കുന്നില്ലയോ അവന്റെ നാശത്തിന് കാരണമാവും. അങ്ങനെയാണ് ഉപാസന. അവിടെ മനസ്സിലാക്കലിന്റെ വിഷയമാണ്, അതിനെ മനസ്സിലാക്കലിന്റെ വിഷയം. അവിടെ എന്റെ ഉള്ളില് ആശയങ്ങളുമായിട്ട് ഞാൻ ആ വയറ് കറണ്ട് നന്നാക്കാൻ പോയാലോ, സ്വിച്ച് ബോർഡ് നന്നാക്കാൻ പോയാലോ, അങ്ങനെ ആശയങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരാൾക്ക് എന്നെങ്കിലും ഈ കറണ്ടിനെ മനസ്സിലാവൂ? അയാൾ പൂർണ്ണമായിട്ടും എം ഡി ആവണ്ടേ? എന്നിട്ട് ഈ വയറിങ് ചെയ്യാൻ അറിയാവുന്ന ഒരുത്തിനോട് ചോദിക്കണ്ടേ? അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൻ ചിലപ്പോൾ രണ്ട് വഴക്ക് പറയും, ചിലപ്പോൾ അടിയും തന്നിരിക്കും. ശ്രദ്ധിക്കാതിരുന്ന അവൻ സമയമില്ല, അതിൻ്റെ ഇടയില പറയാമെന്ന്. ഇങ്ങോട്ട് നോക്കണം, എന്നെ വഴക്ക് പറഞ്ഞു ഞാൻ പോവാ. അവന് പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി? പിന്നെ കണ്ടടിക്കാത്ത പോകും. ഇത് ചെയ്തേ പറ്റും എന്നുണ്ടെങ്കിൽ അപ്പൊ അവൻ പറയുന്നത് കേൾക്കേണ്ടി വരും ക്ഷമയോട് കൂടി. അത് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോയി, ഒരടി കിട്ടി. തിരിച്ച് 4 ചീത്ത നമ്മൾ എന്ന് പറഞ്ഞാലേ പഠിപ്പിച്ചവനെ എന്ത് സംഭവിക്കും? അങ്ങനെയൊക്കെ ആൾക്കാര്. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഉപാസന തുടങ്ങിയിട്ട് എനിക്ക് ആ പ്രശ്നമായി, ചില അങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പം ഓയ് നിങ്ങൾ ചെയ്യണ്ട, കഴിഞ്ഞല്ലോ, സംഭവം കഴിഞ്ഞല്ലോ, പൊക്കോ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വന്നു. ചെയ്യാതിരുന്നിട്ടും പ്രയോജനമൊന്നും ആയില്ല. ചെയ്യാതിരുന്നാൽ നല്ലതാകുന്നുണ്ട്. കൂടുതൽ വർഷമായിട്ടേ ഉള്ളൂ. ചെയ്തപ്പോൾ ഇത്രയും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ചെയ്യും. അപ്പോൾ അതായത് കറണ്ട് അടിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് അടിച്ചോന്ന് അടിച്ചു കഴിയുമ്പോൾ മിണ്ടാതെ അയാളെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും. വഴക്ക് ഉണ്ടാക്കുന്നതിന് പകരം വിളിച്ചിട്ട് സാറേ എൻ്റെ കൈ അടിച്ച് എന്ത് പറ്റി? അവനെ ആകണ്ട, അവനെ ഇവിടെ ഇത് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ കൈ ചെരുപ്പിട്ടുകൊണ്ടേ നിൽക്കാവും, അല്ലെ അങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ടെസ്റ്റർ വെച്ച് നോക്കിയിട്ടേ ചെയ്യാവും. അതൊക്കെ അതിൻ്റെ ഒരു നിയമമാണ്. ആ നിയമം പഠിപ്പിച്ചു കൊടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾ മറ്റേയാളേക്കാൾ നല്ല ഇലക്ട്രീഷ്യനായിട്ട് മാറും. ഇവിടെ ആ കറണ്ടിന് സോഫ്റ്റ് കോർണർ ഉണ്ടോ? ഇതുപോലെ ഓരോരുത്തർ ചെന്നിട്ട് ദേവിയൊക്കെ ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ ഇത്രയൊക്കെ കരിക്കും കൂന്തമൊക്കെ കൊണ്ട് തന്നിട്ട് എന്റെ കാര്യം എന്തോ നീ ചെയ്തു തന്നെ. ദേവി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന രീതിയിലല്ലല്ലോ. ആ എനർജി അല്ലേ. അതിന്റെ ഒരു നിയമം പഠിക്കാതെ കണ്ട് അതിനെ പോയി തതി വിളിച്ചില്ല. മനസ്സിലായി. നിഴലിനോട് യുദ്ധം ചെയ്തിട്ട് കാര്യമുണ്ട്? നമ്മൾ തന്നെ ഈഗോയോടാണ് യുദ്ധം ചെയ്യുന്നത്. എന്നിട്ട് ആ എനർജി നമുക്കെതിരായിട്ട് മാറും. അപ്പോൾ
നമുക്കിത് പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെയും പോയി പിടിക്കുന്നതിന് കറണ്ടടിക്കുക. അതെ. എന്നിട്ട് അങ്ങ് വിഷമവും ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് അങ്ങ് ഫ്രസ്ട്രേഷൻ വന്നിട്ട് ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ചിലര് യുക്തിവാദത്തിൽ പോകും, ചിലര് പെന്തക്കോസ്റ്റിൽ പോകും, വേറെ മതം മാറി നോക്കാം. ഇനി അവിടെ ഇത് തന്നെ, അവിടെ ഇതിനേക്കാ പ്രശ്നം. ഇവിടെ ഭ്രാന്തിക്കാരന് 10 രൂപ തട്ടത്തിൽ ഇട്ട് കൊടുക്കാനാണ് ജീവിക്കാൻ വയ്യാത്തോണ്ടാണ് ഒറ്റുമാര് കള്ളന്മാരാന്ന് പറഞ്ഞ് പെന്തക്കോസ്റ്റിൽ പോകും. അവിടെ ചിലപ്പോ ദശാംശം കൊടുക്കണം, 10-1 കൊടുക്കണം. ഇവന് 10 രൂപ ഇട്ട് കൊടുക്കാൻ വയ്യാത്തതിന്റെ അവിടെ പോകുന്നത് മാരെല്ലാം കള്ളന്മാരാന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് ഇത് എവിടെ ചെല്ലാലും ഇത് തന്നെ, പാവി ചെല്ലുന്ന പാതാ പറയുന്ന മനസ്സിലാവുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഭവം എന്താണ്? നമ്മൾ ഇതൊന്നും പറഞ്ഞ് വിഷമം, നിരാശ വരും, സങ്കടം വരും, ഒക്കെ വരും. ഇതിന്റെ കൂട്ടത്തിലുള്ള വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളിത് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇത് ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റും. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അനുഗ്രഹമാണ്. ഇവിടെ എത്ര ഹീലേഴ്സ് ഉണ്ടെങ്കിലും പോരാ, അതാണ് സത്യം. കാരണം ഭൂരിപക്ഷം ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഹീൽ ചെയ്യാനുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. പിന്നെ ചിലർ തട്ടിപ്പുകാരും ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ ശരിയായിട്ടുള്ളൊരു ഹീലർക്ക് ഇവിടെ മാർക്കറ്റുണ്ട്. ഭയങ്കര ഇതാ പിന്നെ ഇതൊക്കെ കാര്യമുള്ളതാണ്. പല വലിയ അസുഖങ്ങളും ഹീൽ ചെയ്ത് സിമ്പിൾ ആയിട്ട് മാറ്റും. ഡയറക്റ്റ് ചെയ്യുകയല്ലേ ഇല്ലേ? അപ്പൊ താന്ത്രിക ഹീലിങ്ങിന് ഡബിൾ പവറാണ്. കാരണം അവിടെ ഇരുന്ന് ഫിഗറും കൂടെ വരുന്നുണ്ട്, നമുക്ക് ഒരു മിസ്റ്റേക്ക് വരത്തില്ല. മറ്റേത് പലപ്പോഴും മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്, മനസ്സിലായോ? മറ്റേ അത് വരുന്നില്ല. അപ്പോ കാരണം ആ മറ്റ് ഹീലിംഗ് ആ വ്യക്തിത്വം, ആളിന്റെ വ്യക്തിത്വം ഞാൻ ചെയ്യുന്ന സാധനം പിടിക്കാൻ ചാൻസ് കൂടുതല. പിന്നെ ഏഞ്ചൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇത് അതാ ഞാൻ പറയുന്നത്, ഇത് ഫിഗറൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ റിസ്ക് ഇല്ലാതെ പോകാൻ സാധിക്കും ആൾറെഡി ഉള്ള ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് ബന്ധപ്പെട്ടു. അപ്പം നമുക്ക് ഉയർച്ച താഴ്ചകളൊക്കെ ആത്മീയതയിലുണ്ടാവും. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, എല്ലാം ടെസ്റ്റ് ചെയ്യുക, എല്ലാ രീതിയിലും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മുടെ ബോധം വിടാതെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇമോഷൻസ് വരും. നമ്മൾ കുറച്ച് ദിവസം സാധനം ഒന്നും ചെയ്ത് നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല കുറച്ച് ദിവസം. പക്ഷെ ഞാനീ പറഞ്ഞിട്ടുള്ള അർത്ഥം പറ്റരുത്. ഇത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉടനെ തിരിച്ച് കയറി വന്നു കുഴപ്പം കണ്ടാൽ എന്ന് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ പിന്നെ ഒരു ശീലം കയ്യിൽ നിന്ന് പോകാൻ എളുപ്പമാണ്, തിരിച്ചു കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ ഇതിനകത്ത് അങ്ങ് ആയിപ്പോകും, പിന്നെ അങ്ങ് മറന്നു പോകും. പിന്നെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു സാധിക്കും ആലോചിക്കണം. അതാ ടെസ്റ്റിങ്ങിന് വേണ്ടി തുടങ്ങിയതാണ്, അതാണ് എനിക്ക് പറ്റിയതെന്ന്. പിന്നെ ഇതെല്ലാം കയ്യിൽ നിന്ന് പോയി വലിയ വിഷമത്തിൽ ചെന്നു. പിന്നെ അത് ഞാൻ കറക്റ്റ് ചെയ്തപ്പോൾ റെഡി ആയിരുന്നു. പക്ഷെ പലർക്കും അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതിനോടൊപ്പം വലിയ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞു, തീരാത്ത നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞു. അത് മാത്രം നോക്കിയിട്ട് അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന് എൻ്റെ അഭിപ്രായം. അപ്പം നമ്മൾ അങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഹീലിംഗിനെ കുറിച്ചല്ലേ അവസാനം പറഞ്ഞത്? ഈ ദേവി മഹാത്മ്യം ഗർഗസംഹിതയ്ക്ക് സ്വയം ഒരു ഹീലിംഗ് പവർ ഉള്ള ഗ്രന്ഥങ്ങളാണ്. സംശയം എന്താ? പലപ്പോഴും ഒരാള് പറഞ്ഞ അയാളുടെ അനുഭവം, അയാള് ഭയങ്കര ബാധാവിഷയങ്ങളത്തെ ഉറക്കമില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ അയാൾ ഏതോ ഒരു അമ്പലത്തിൽ ചോട്ടാനിക്കര കൊടുങ്ങല്ലൂർ അവിടെ പോയപ്പോൾ ഈ ദേവി മഹാത്മ്യം ആണോ ലളിത സഹസ്രനാമമാണോ ഏതോ ഒരു ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് അങ്ങനെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി, ഇയാൾ വാങ്ങിച്ചു. അവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഉറക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. വെളിയിലോട്ട് വന്നപ്പോൾ അത് വിൽക്കാൻ വയ്ക്കുന്ന ഇത് കണ്ടപ്പോൾ ഇയാൾ വാങ്ങിച്ചിട്ട് ഒരു കൗതുകത്തിൽ, ആരും പറഞ്ഞിട്ടൊന്നുമല്ല, ഇത് വീട്ടിൽ കൊണ്ടുവച്ച് അലമാരിക്കകത്ത്. അതിനുശേഷം ഇയാൾക്ക് നല്ല ഉറക്കം കിട്ടി. വർഷങ്ങളായിട്ട് ഉറക്കമില്ലാതെ അതിനുശേഷം സുഖമായിട്ട് ഇറങ്ങാൻ തുടങ്ങി അന്ന് മുതൽ. ഇനി ഇയാൾക്ക് വാങ്ങിക്കാനൊക്കെ തുടങ്ങി, അത് വേറെ വിഷയം. പക്ഷെ ഇത് ചുമ്മാ കൊണ്ട് വെച്ചപ്പോൾ മുതൽ അയാൾക്ക് ഉറക്കം കിട്ടിയിരുന്നു. എന്താണെന്ന് പറയുന്നത്, അയാളെ പക്ഷേ ഇത് ഉറക്കത്തിന്റെ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അതാണ് എന്റെ പോയിന്റ്. ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ട് വെക്കുന്നതെന്ന് അയാൾ വിചാരിച്ചിട്ടില്ല. അയക്കറിയത്തില്ല. അയക്കരുത് സാധാരണ ബുക്ക് വായിക്കുന്നോട്ട് ഇത് ദേവിയുടെ ഒരു ബുക്കാണ്, വാങ്ങിച്ചവിടെ കൊണ്ടുവച്ചു. അന്ന് മുതൽ അയാൾക്ക് ഉറക്കം കിട്ടി. അപ്പൊ ഇത് എന്താണ് മാനസികം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും അങ്ങനെ അല്ല, ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ആ ചൈതന്യം. പിന്നെ മഹാദേവ ശാസ്ത്രികളുടെ ദേവി മഹാത്മ്യം നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ബന്ധം, ഉപാസന അടുത്തിരിക്കാനോ ഈശ്വരനുമായിട്ട് അടുത്തിരിക്കുക, ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ശരിക്കും സാറ് പറഞ്ഞതിന്റെ ഒരു സാരാംശം, നമുക്ക് ജപിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളത് ശ്രവണം
പ്രാണത്തിനും വളരെ പ്രാധാന്യം. പ്രാണൻ അത്രയും പുണ്യം കിട്ടുമല്ലോ. സംശയമുണ്ട്. പ്രാണം അത്രയും ഡെവലപ്പ് ചെയ്യുന്ന ശ്രവണത്തിലൂടെയാണ്. ശ്രവണം. ശ്രവണം, മനനം, നിധിധ്യാസമാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ആ, ആ. രമണ മഹർഷി പറയുന്നത് അത് തന്നെയാണ്. ശ്രവണം, മനനം, നിധിധ്യാസം, ആത്മസാക്ഷാത്കാരത്തിന്. അപ്പൊ അതിൽ ഒന്നാമത് പറയുന്നത് ശ്രവണമാണ്. ശ്രവണം ഇല്ലാതെ ആർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. സത്സംഗവും ഈശ്വര കാര്യങ്ങളും കേൾക്കുക, ശ്രവണമാണ് ഒന്നാമത്. ആ കേട്ട കാര്യങ്ങൾ മനനം ചെയ്ത് മനസ്സിലാക്കണം. അതാണോ ഇതാണോ, എന്റെ അനുഭവത്തിൽ ഇങ്ങനെയാണല്ലോ, അപ്പൊ ഇത് ശരിയാ ഈ പറഞ്ഞത്. അപ്പൊ നമ്മുടെ അറിവായി, നമ്മുടെ അനുഭവമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ശരിയാ, എനിക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, അത് നമ്മൾ എടുക്കുന്നു. അപ്പൊ അത് മനനം ചെയ്തു, നമ്മുടെ നോളജ് ആക്കി, എന്നിട്ട് ആ മനനം ചെയ്ത് ഇത് മനസ്സിലായ കാര്യം പ്രാക്ടീസ് ചെയ്യും. ശമം, ദമം, ഉപരമം, തിദിക്ഷ, നിത്യാനിത്യ വസ്തു വിവേകം, ഇതാണ് ഈ ശങ്കരാചാര്യ സ്വാമികൾ ഇതിൽ പറയുന്നത്. ഏത് സാധനാചാരത്തിൽ പറയുന്നത്, ആ നിധിധ്യാസത്തിൽ പറയുന്നത് പ്രാക്ടീസ്, സാധനാചാരുഷ്ട, അതൊക്കെ വലിയ സബ്ജക്റ്റാണ് വേദാന്തം. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യുന്ന, അപ്പൊ അതാ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കേട്ട കാര്യങ്ങൾ മനനം ചെയ്യുക. 5 മിനിറ്റെങ്കിലും നമ്മുടെ വീഡിയോ ഒന്നും കേൾക്കാൻ പറയും. അപ്പൊ കണ്ടത് തന്നെ ആൾക്കാർ കാണുന്നുണ്ട്. അതൊരു വലിയ മെഡിറ്റേഷനാണ്. ആ ശ്രമണം, മനനം, നിത്യാസം. ചിലരെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം കൂടും, അബദ്ധങ്ങൾ കൂടും. അതുകൊണ്ട് എല്ലാം കേൾക്കബിൾ അല്ല, മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ലാത്ത നല്ല വീഡിയോസ് കേട്ട് ഒരു 10 മിനിറ്റ് ഡെയിലി കേൾക്കുന്നു. കേട്ട കാര്യങ്ങൾ മനനം ചെയ്യുന്നു, മനനം ചെയ്ത് അനുഭവത്തെ തട്ടിച്ച് നോക്കി ഉറപ്പിക്കുന്നു. ആ ഉറപ്പിച്ച കാര്യങ്ങളെ പ്രാവർത്തികമാക്കും, ആത്മസാക്ഷാത്കാരം കിട്ടും. അത് ജപത്തെ പോലെ പുണ്യമാണ് ശ്രവണം. സംശയം. ശ്രവണത്തിനാണ് ഫസ്റ്റ് പ്രാധാന്യം. കേട്ടെങ്കിലേ ജപിക്കാൻ പറ്റത്തുള്ളൂ, എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചെങ്കിലേ ചെയ്യാൻ പറ്റും. ചിലര് ഈ ദേവിമാത്മ്യൊക്കെ ശ്രവിക്കുമ്പോൾ ഇപ്പം പ്രാണം തന്നെ ഭയങ്കര, അത് ദേവിമാത്മ്യമല്ല, ഏത് ഈശ്വര, ഇപ്പൊ ശിവന്റെ അഘോര മന്ത്രം സ്ഥിരമായിട്ട് കേൾക്കുക എന്നുള്ളത് നമുക്ക് ജപിക്കാൻ. ജപം എപ്പോഴും ആർട്ടിഫിഷ്യൽ ആകുമ്പോഴാണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. നമുക്കൊരു കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുന്ന ജപിക്കാൻ പറ്റുമെങ്കിൽ ജപത്തിന് തരാൻ പറ്റുന്ന അത്രയും സ്പീഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റിൽ വേറെ ഒന്നിനും തരാൻ പറ്റത്തില്ല. ഈവൻ ധ്യാനത്തിന് പോലും പറ്റത്തില്ല. ജപവും ധ്യാനവും വേണം, രണ്ടും മസ്റ്റാണ്. ഒരു ഫ്ലൈറ്റിന്റെ 2 ചിറക് പോലെ. ജപവും ധ്യാനവും ഇന്റർലൈസ് ചെയ്ത് തന്നെ ചെയ്യണം. ധ്യാനത്തോടു കൂടി ജപിക്കണം, ധ്യാനാത്മകമായിട്ട്. പക്ഷേ ജപത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് എന്നും പറയുന്നത്. കുഞ്ഞിനെ സ്നേഹിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒന്നും വേണ്ടിയിട്ടല്ല. അതുപോലെ ദേവതയെ സ്നേഹിച്ചുകൊണ്ട് ജപിക്കാൻ സാധിക്കുമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യും. അതറിയാത്തത് കൊണ്ടാണ് ഇത് യാന്ത്രികമായി പോകുന്നതും പലപ്പോഴും കുഴപ്പങ്ങളുണ്ടാവും. അപ്പൊ അത് ആദ്യ പടി നിലയിൽ ആ ദേവത ഇഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ കേട്ട് ആ സ്നേഹബന്ധത്തിൽ തുടർന്നു പോകും എന്നുള്ളതാണ്. തുടർന്നുകൊണ്ട് അതൊക്കെ ജപിച്ച് ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ ഈ ജപം ബാധയ്ക്ക് പോകത്തില്ല, അപ്പോൾ ദുരിതം കൂടത്തില്ല. പോസിറ്റീവ് കെമിക്കലാണ് അതിൽ ദേവതയ്ക്ക് കിട്ടും. നെഗറ്റീവ് കെമിക്കലൊന്നും ബാധയ്ക്ക് പോകും. ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി ജപിക്കും, അപ്പോൾ എല്ലാം ശരിയാവും. കുറച്ചാൾ ജപിക്കാതിരിക്കണേ അങ്ങനെയാണ്. ആ സ്നേഹബന്ധത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകും. എന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ എക്സ്പെരിമെന്റ്. നമുക്കൊരു ബോഡിയുണ്ട്, അത് വെച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകും. ദൈവം